അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ എല്ലാവരും പരസ്പരം സഹോദര്യത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ചെറിയ നിസ്സാര കാര്യങ്ങൾ ഊതിയുറപ്പിച്ച് വലുതാക്കി ജനങ്ങളിടയിൽ ഫിത്ന ചില യുക്തിവാദികളും നിരീശ്വരവാദികളുമാണ് ഇവിടെ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പഴയ കാലത്തുള്ളതുപോലെ ഓണം വരുമ്പോഴും എന്നതുപോലെ പെരുന്നാൾ വരുമ്പോഴും ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും സൗഹാർദ്ദങ്ങൾ ഊട്ടിയുറപ്പിച്ച ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടതുണ്ട്. കാരണം മനുഷ്യത്വമായിട്ടുള്ള ഒരു പെരുമാറ്റം നമ്മൾക്കില്ലെങ്കിൽ നമ്മളിവിടെ ജീവിച്ചു പോയതിൻ്റെ ആ അടയാളം പിൻകാലക്കാർ നമ്മളെ ശരിക്കല്ലാതെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? നമ്മൾ കുറേ സമ്പത്ത് കുമ്പാരമാക്കി വെച്ച് ആർക്കും കൊടുക്കാതെ നമ്മളങ്ങനെ കൂട്ടി വെച്ച് ഇവിടുന്ന് സമ്പത്ത് കുമിഞ്ഞു കൂടിയിട്ട് അത് ഇവിടെ ഇട്ട് പോയിട്ട് നമുക്ക് എന്ത് ഫലമുള്ളത്? നമ്മളാർക്കെങ്കിലും സദക്കയോ ദാനമോ ധർമ്മമോ ചെയ്തിട്ട് മറ്റുള്ളവരെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ മറ്റോ നമ്മൾ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മരിച്ചു പോയാലും എനിക്ക് ഇന്ന ആളുണ്ടാക്കി തന്ന വീട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളുണ്ടെങ്കിൽ എനിക്ക് വളരെ സുഖമായിരുന്നു എന്ന് പറയുന്ന നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. നേരെ മറിച്ച് മറ്റുള്ളവൻ്റെ കുറ്റവും കുറവും നോക്കിയിട്ട്, അവൻ്റെ ജാതിയും മതവും നോക്കിയിട്ട്, അവൻ്റെ ഊരും ചൂരും നോക്കിയിട്ട് ആക്ഷേപിക്കുന്നതിന് പകരം നമ്മളൊക്കെ ഒരു ഉമ്മയുടെയും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന ബോധത്തിൽ നമ്മൾ ജീവിച്ചാൽ നമുക്ക് മറ്റുള്ളവരുടെ കഷ്ടതകളും വേദനകളും തിരിച്ചറിയാൻ കഴിയും. അല്ലാതിരുന്നാൽ സ്വന്തത്തെ തന്നെ ഹോമിക്കപ്പെടുന്നവർ എത്ര ആൾക്കാരുണ്ട്? നമ്മൾ എൻ്റെ വിഷമം കാരണം, ഞാൻ എൻ്റെ ബുദ്ധിമുട്ട് കാരണം എൻ്റെ ജീവൻ എടുക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യക്ക് പോകുന്ന ആളുകളുണ്ടല്ലോ. ഇത്തരം ആളുകൾ, ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ, സ്വന്തത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുക എന്നൊരു അവസ്ഥയിലേക്ക് വരുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇവിടെ കാര്യബോധമുള്ളവർ, സമ്പത്തുള്ളവർ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മറ്റുള്ളവരുടെ വേദനകൾ തിരിച്ചറിയാനും വേണ്ടിയിട്ട് ഇവിടെ മുതിർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും സുഖമായിരിക്കും, എല്ലാവർക്കും രക്ഷയായിരിക്കും. തൊഴിലില്ലാത്ത ഇവിടെ തൊഴിലാളി ജീവിക്കുന്നത് മുതലാളിയുടെ ഔദാര്യം കൊണ്ടാണെങ്കിൽ, എന്ന് വെച്ചാൽ അത് അവൻ്റെ ഔദാര്യമല്ല, ഇവ എടുക്കുന്ന തൊഴിലിൻ്റെ കൂലിയാണെങ്കിൽ, ഇങ്ങനെ ഒരു മുതലാളി ഉണ്ടായത് കൊണ്ടാണ് എനിക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുന്നത് എന്നൊരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. നേരെ മറിച്ച് ആരും നമ്മളെ ജോലിക്ക് വിളിക്കണില്ലെങ്കിൽ നമ്മൾ പാപ്പരാകല്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാലെടുക്കുന്നത്. എന്തിൻ്റെ പേരിലോ, വർഗീയതയുടെ പേരിലോ മറ്റോ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് എന്താണ് മറ്റുള്ളവരെ തരം തിരിച്ചു കണ്ട് ജോലികളിലും മറ്റും നമ്മളെന്താണ് തരംതിരിക്കുന്ന സാഹചര്യം വന്നാൽ നമ്മുടെ അവസ്ഥ വളരെ മോശമായിരിക്കും, പരിതാപകമായിരിക്കും. ഇനി വരുന്ന നമ്മുടെ പിൻതലമുറക്ക് നമ്മൾ എന്തിട്ടേച്ച് പോയോ, നമ്മുടെ സ്വഭാവം എന്തോ അതാണ് അവർ കണ്ടുപഠിക്കുക. അപ്പം നമ്മൾ